അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അഫ്ളലുൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എലിമെന്റ്സ് ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 5 യൂണിറ്റ് 1 അൽ മൻസൂബാത്ത്. അപ്പൊ മൻസൂബാത്ത് എന്ന് പറയുമ്പോൾ ഇത് നസ്ബ് ചെയ്യപ്പെടുന്ന ഇസ്മുകളാണ്. നേരത്തെ നമ്മൾ മുളാരിയായ ഫിയലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ഹർഫുകളെ പറ്റി പഠിച്ചു. ഇത് ഇസ്മുകളാണ് ഇവിടെ വരിക, മൻസൂബാത്ത്. അതിലെ ഏതൊക്കെയാണ്? മഫായിലുൽ ഹംസ, 5 മഫൂലുകൾ വരും. അത് ഒക്കെ മൻസൂബുകളാണ്. 5 മഫൂലുകള്, പിന്നെ ഹാല്, തമ്യീസ്, ഇങ്ങനെ 3 വിഭാഗമാണ് മൻസൂബാത്തിലുള്ളത്, ആ ഒരു യൂണിറ്റിലുള്ളത്. അപ്പൊ ഈ 5 മഫൂലുകൾ ഏതൊക്കെയാണ്? മഫൂല് ബിഹി ഉണ്ട്, മഫൂലുൽ അജലി അല്ലെങ്കിൽ മഫൂല് ഫീഹി, മഫൂൽ മുത്ലഖ്, മഫൂല് മാഹു, ഇങ്ങനെ 5 മഫൂലുകള്, ഹാല്, തമ്യീസ്. അപ്പൊ ഇനി മഫൂല് ബിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മഫൂല് ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബൻ, അത് മൻസൂബായ ഒരു ഇസ്മാണ്. വഖഅലൈഹി, അതിന്മേൽ സംഭവിക്കും. ഫിയലുൽ ഫായിലി, ഫായിലിന്റെ ഫിയല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവന്റെ പ്രവൃത്തി ആ ഇസ്മിന്റെ മേൽ സംഭവിക്കും. അൽ മഫൂല് ബിഹി. പിന്നെ മഫൂല് ബിഹി യതഅഖറു അനിൽ ഫിയലി വൽ ഫായിലി, ഫിയലും ഫായിലും കഴിഞ്ഞിട്ടാണ് ഗാലിബൻ മിക്കവാറും മഫൂല് ബിഹി വരിക. ഫിയലും കഴിഞ്ഞ് ഫായിലും കഴിഞ്ഞിട്ട്. ഉദാഹരണത്തിന് ഫതഹ ത്വാലിബു, വിദ്യാർത്ഥി തുറന്നു. അൽ കിതാബ, ബുക്ക് തുറന്നു. ഇവിടെ കിതാബ എന്നുള്ളതാണ് മഫൂല് ബിഹി. ഫതഹ ഫിയലാണ്, ത്വാലിബ് വിദ്യാർത്ഥി ഫായിലാണ്. അപ്പൊ ഈ ഫായിലിന്റെ ഫിയല് കിതാബിന്റെ മേലാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കിതാബ എന്നുള്ളത് മഫൂല് ബിഹി. മഫൂല് ബിഹി ആവുമ്പോ ഈ കിതാബ എന്നുള്ളത് ഇവിടെ ഫതഹത്ത് കൊണ്ട് നസ്ബാണ്. പിന്നെ കസറ റാഷിദുൻ അൽ കലമ, കസറ റാഷിദുൻ, റാഷിദ് പൊട്ടിച്ചു. അൽ കലമ, പേന പൊട്ടിച്ചു. ഇവിടെയും അതുപോലെ തന്നെയാണ്. പിന്നെ ഫഹസ ത്വബീബു, ത്വബീബ് പരിശോധിച്ചു, ഡോക്ടർ പരിശോധിച്ചു. അൽ മരീള, ഡോക്ടറെ രോഗിയെ പരിശോധിച്ചു. പിന്നെ അന്നൽ കലിമത്ത ഫഹസ, ഫഹസ എന്നുള്ള കലിമത്ത് ഫിയലും മാലിൻ, ഒരു മാലിയായ ഫിയലാണ്. വൽ കലിമത്തു ത്വബീബ്, ത്വബീബ് എന്നുള്ള കലിമത്ത് ഫായിലാണ്, പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. മർഫൂൻ, അത് മർഫൂ ആണ്, ഫായിലിന് റഫാണ്. അമ്മൽ കലിമത്തു സാലിസ, മൂന്നാമത്തെ കലിമത്ത് മരീദ് എന്നുള്ളത് ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു അലാ മൻ വഖഅലൈഹി ഫിയലുൽ ഫായിലി, ഫായിലിന്റെ ആ പ്രവൃത്തി ആരുടെ മേലാണോ സംഭവിച്ചത് അവനാണ് മഫൂല്. അങ്ങനെയുള്ള ഇസ്മിനാണ് അതാണ് മരീദ് എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പരിശോധന ആരുടെ മേലാണ് സംഭവിച്ചിട്ടുള്ളത്? മരീദ്, രോഗിയുടെ മേലാണ്. അപ്പൊ അതുകൊണ്ട് രോഗി അവിടെ മഫൂല് ബിഹിയാണ്. ഖദ് വഖഅ അലൽ മരീദ്. യുസമ്മ ഹാദൽ ഇസ്മു, ഈ ഇസ്മിന് പറയപ്പെടും ബിൽ മഫൂല് ബിഹി, മഫൂല് ബിഹി എന്ന് പറയും. വഹുവ മുക്കമ്മലും മാനൽ ജുംലത്തിൽ ഫിയലിയ, ജുംലിയ ഫിയലിന്റെ അർത്ഥത്തെ പരിപൂർണമാക്കുന്നു. വയകൂനു അൽ മഫൂല് ബിഹി മൻസൂബൻ, മൻസൂബാകും, മഫൂല് ബിഹി മൻസൂബും ആകും. പിന്നെ മഫൂലു ലി അജലി, മഫൂലു ലി അജലിക്ക് വേറെ മഫൂൽ ലഹു എന്നും പേരുണ്ട്. മഫൂൽ ലി അജലി എന്താണ്? ഇസ്മുൻ മൻസൂബൻ, അതൊരു മൻസൂബായ ഇസ്മാണ്. യുബയ്യിനു, അത് വെളിവാക്കും. സബബ ഉഖ്വഇൽ ഫിയലിയ, പ്രവൃത്തി സംഭവിക്കാനുള്ള കാരണത്തെ വെളിവാക്കും. വയകൂനു, അതാകും ജവാബൻ അൻ സുആലി ലിമാദ, ലിമാദ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടും വരും. ലിമാദ, വൈ he went to Dubai, for what, why he went to Dubai, ദുബായിലേക്ക് എന്തിനാവാൻ പോയത്? സീക്കിംഗ് ജോബ് അന്വേഷിച്ചിട്ട്. അപ്പോ ആ വൈ എന്നുള്ളതിന്റെ ആൻസർ ആയിരിക്കും ആ മഫൂല് ലി അജലി എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം. മിൻ അജലി അയ്യ ഷൈൻ,
യജ്തഹിദു തിൽമീദു തിൽമീദ് പരിശ്രമിക്കുന്നു ഫി ദുറൂസിഹി അവന്റെ പഠന കാര്യങ്ങളില് റഗ്ബത്തൻ ഫിൻ നജാഹി വിജയത്തിൽ വിജയം ആഗ്രഹിച്ചിട്ട്. അപ്പൊ എന്തിനാണ് വിദ്യാർത്ഥി ഇത്ര ബുദ്ധിമുട്ടി പഠിക്കുന്നത്? അതിന്റെ ഉത്തരാണ് റഗ്ബത്തൻ ഫിൻ നജാഹി, ജയിക്കാൻ വേണ്ടി. പിന്നെ യുസാഫിറു റജുലു പുരുഷൻ യാത്ര ചെയ്യുന്നു ഇലാൽ ഇമാറാത്തിലേക്ക് UAE-യിലേക്ക് അവൻ യാത്ര പോകുന്നു. എന്തിന്? വൈ ഈസ് ഹി ഗോയിങ് ടു എമിറേറ്റ്സ്? തലബല്ലിൽ മായിഷത്തി, ജോലി അന്വേഷിച്ചിട്ട്, ജീവിക്കാനുള്ള ഉപാധി അന്വേഷിച്ചിട്ടാണ് അവൻ പോകുന്നത്. അപ്പോ വൈ എന്നുള്ള അതിന് ഒന്നുകിൽ ഫോർ സൈറ്റ് സീയിങ് അല്ലെങ്കിൽ ടു വിസിറ്റ് ദുബായ് എന്നൊക്കെ പറയാം. ഇവിടെ തലബല്ലിൽ മായിഷത്തിന് ജോലി അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ റക്കല തിഫില് ചാടി ഹൗഫം മിനൽ കൽബി, ചാടി ഓടി ഹൗഫം മിനൽ കൽബി, കൽബിനെ പേടിച്ചിട്ട്, നായയെ പേടിച്ചിട്ട് അവൻ ഓടി. അപ്പോ അങ്ങനെ അപ്പൊ അത് മഫ്ഊൽ അജ്ലി മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ യുസാഫിർ റജുലു ഇലൽ ഇമാറാത്തിലേക്ക് യാത്ര പോകുന്നു ഒരു ആള്. ലാ നഫ്ഹമു, നമുക്ക് അറിയില്ല, മിൻ അജ്ലി അയ്യ ഷൈഇൻ, എന്തിനാണ് അവൻ പോകുന്നതെന്ന്, യുസാഫിർ റജുലു പോകുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോ ഫൈദൻ അലാഫൽ ഖായില് കൂട്ടിച്ചേർത്തു, തലബല്ലിൽ മായിഷത്തിന് വേണ്ടിയാണെന്ന് കൂട്ടിച്ചേർത്തപ്പോ ഫനഫമു, അപ്പൊ നമുക്ക് മനസ്സിലായി എന്നാ ഇല്ലാത്ത സഫറിന്റെ കാരണം ഹിയ തലബുൽ മായിഷ, ജോലി അന്വേഷിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ മഫ്ഊൽ അജ്ലി മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി മഫ്ഊലു ഫീഹി അൽ മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബൻ, അത് ഒരു മൻസൂബായ ഇസ്മാണ്. യുബയ്യിനു, അത് വെളിവാക്കുന്നു. മക്കാന ഹുദൂസിൽ ഫിഅലി ഔ സമാനിഹി, ഒന്നുകില് പ്രവൃത്തി സംഭവിച്ച മക്കാന്, സ്ഥലത്തെ വെളിവാക്കും, അല്ലെങ്കിൽ അതിന്റെ കാലത്തെ വെളിവാക്കും. മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഒന്നുകിൽ സ്ഥലത്തെ അല്ലെങ്കിൽ കാലത്തെ വെളിവാക്കുന്ന ഒരു ഇസ്മാണ്, മൻസൂബായ ഇസ്മാണ് മഫ്ഊലു ഫീഹി. ഇതാ ദല്ലൽ ഇസ്മ അറിയിച്ചാൽ, അല മക്കാനിൻ, ഒരു സ്ഥലത്തിന്മേൽ അറിയിച്ചാൽ, ഉഖ്വാൽ ഫീലി, ഒരു പ്രവൃത്തി സംഭവിച്ച, ഒരു സംഭവം ഉണ്ടായ മക്കാന്, സ്ഥലത്തെ പറ്റി അറിയിച്ചാൽ അതിനെ യുസമ്മാ ലർഫു മക്കാൻ, അതിന് ലർഫു മക്കാൻ എന്ന് പറയപ്പെടും. ഇനി അപ്പൊ അതിന്റെ ഉദാഹരണം എന്താ? മിസാലിൽ ലർഫു മക്കാന്റെ ഉദാഹരണം നസല സായിഹു, സഞ്ചാരി ഇറങ്ങി, അമാമൽ മത്വാമി, ഒരു റെസ്റ്റോറന്റിന്റെ മുന്നില് സായിഹ് എന്ന് പറഞ്ഞ സഞ്ചാരി ഇറങ്ങി. അപ്പൊ ഈ അമാമ എന്നുള്ളതാണ് ഇവിടെ ലർഫ് മക്കാനാണ്. അമാമ മത്വാമി, റെസ്റ്റോറന്റിന്റെ മുന്നില്. ഈ അമാമ എന്നുള്ളത് എപ്പോഴും അമാമ തന്നെ ആയിരിക്കും, ലർഫ് മക്കാനാണ്. യജ്ലിസുൽ ഉമ്മാലു, വേലക്കാര്, ഉമ്മാല് ഇരിക്കുന്നു, തഹ്ത ഷജറത്തി, ഒരു മരത്തിന്റെ ചുവട്ടിൽ. അപ്പൊ തഹ്ത എന്നുള്ളതാണ് ഇവിടെ ലർഫ് മക്കാനാണ്, അത് മൻസൂബാണ്. പിന്നെ വലായത്തുൽ ഹാസൂബ, ഞാൻ ഹാസൂബ് വെച്ചു. വലായത്തു ഫേലും ഫായിലുണ്ട്. വലായത്തു ഞാൻ വെച്ചു, അൽ ഹാസൂബ കമ്പ്യൂട്ടർ, ഫൗഖ ത്വാവിലത്തി, മേശമേൽ. ഫൗഖ എന്നുള്ളത് ഇവിടെ ലർഫ് മക്കാനാണ്. അപ്പൊ ഇനി ഇതാ ദല്ലൽ ഇസ്മ അറിയിച്ചാൽ അല സമാനിൻ വഖൂഇൽ ഫിഅലി, ഫിഅല് സംഭവിച്ച ഒരു കാലത്തെ സംബന്ധിച്ചാണ് ഇസ്മ അറിയിക്കുന്നതെങ്കിലോ അപ്പൊ ഫയുസമ്മ ലർഫു സമാൻ, അപ്പൊ അതിന് ലർഫു സമാൻ എന്നാണ് പറയുക. ഉദാഹരണം ലർഫു സമാൻ, സ്വദീഖി എന്തല്ലറ സ്വദീഖി, എന്റെ സ്വദീഖ് കാത്തിരുന്നു. ഇവിടെ എന്തല്ലറ എന്നുള്ളതൊന്ന് കൂട്ടിച്ചേർക്കണം, അത് വിട്ടുപോയതാണ്. എന്തല്ലറ സ്വദീഖി, എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ കാത്തിരുന്നു. യൗമൻ കാമിലൻ,
ഒരു ദിവസം മുഴുവൻ. യൗമൻ കാമിലൻ എന്ന് പറയുമ്പോൾ അതൊരു ലർഫ് സമാനാണ്, കാലത്തിനെ സംബന്ധിച്ച് അറിയിക്കുന്ന ഇസ്മാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മഫൂല് ഫീഹി യൗമൻ. പിന്നെ മശീത്തു ഞാൻ നടന്നു, സബാഹൻ രാവിലെ, രാവിലെ ഞാൻ നടന്നു. ഇതാണ് മഫൂല് ഫീഹി. മശീത്തു ഫിയലും ഫായിലാണ്. ഇത് കാലത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. സബാഹൻ. യക്സുറുൽ ബുർത്തുഖാലു ഓറഞ്ച് അധികരിക്കും, ശിതാഅൻ തണുപ്പ് കാലത്ത്. തണുപ്പ് കാലത്ത് ഓറഞ്ച് അധികമായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ശിതാഅൻ മഫൂലു ഫീഹി ആണ്. പിന്നെ മഫൂലു മുത്തലഖ്. മഫൂലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മഫൂലുൽ മുത്തലഖ് ഇസ്മുൻ മസ്ദർ, ഒരു മസ്ദറും മൻസൂബും മസ്ദറുമായ ഇസ്മാണ്. യുദ്കറു അതിന് പറയപ്പെടും, ബഅദൽ ഫിഅലി ഫിഅലിന് ശേഷം, യകൂനു മിൻ ലഫ്ലിഹി അത് ആ ലഫ്ലിൽ നിന്ന്, ആ ഫിഅല് ഏത് ലഫ്ലാണോ ആ ലഫ്ലിൽ നിന്ന് തന്നെ ആയിരിക്കും അതിന്റെ മസ്ദർ ആയിരിക്കും മസ്ദറും മഫൂലു മുത്തലഖ്. ആ ഫിഅലിന്റെ അതേ ലഫ്ലിൽ നിന്നുള്ള ഫിഅലിന്റെ മസ്ദർ ആയിരിക്കും മഫൂലു മുത്തലഖ്. യുഅക്കിദൽ ഫിഅല ഫിഅലിനെ ഉറപ്പിക്കാൻ വേണ്ടി, ആ സംഭവം ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ വേണ്ടി അത് വരും. ഔ യുബയ്യിന നൗഅഹു അല്ലെങ്കിൽ അതിന്റെ വകുപ്പിനെ വെളിവാക്കാൻ, വഅദദഹു അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തെ വെളിവാക്കാൻ വേണ്ടിയാണ് വരിക. ഇങ്ങനെ മൂന്ന് തരത്തിലാണ്. ഒന്നുകിൽ ആ പ്രവൃത്തിയെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ വകുപ്പിനെ വെളിവാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തെ വെളിവാക്കാൻ. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. അക്രമ ഇബ്രാഹിമുൽ ളുയൂഫ ഇക്രാമൻ. അക്രമ ഇക്രാമൻ എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനിക്കൽ ബഹുമാനിച്ചു. നമ്മൾ ഒരു ഓട്ടം ഓടി എന്നൊക്കെ പറയില്ലേ, അവൻ ഒരു ഓട്ടം ഓടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു പ്രയോഗമാണ്. ഇബ്രാഹിം വിരുന്നുകാരെ ബഹുമാനിച്ചു. ഇക്രാമൻ ഒരു നല്ല ബഹുമാനിക്കല്, ബഹുമാനിച്ചു. ഇവിടെ ഈ ബഹുമാനിക്കലിനെ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇക്രാമൻ എന്ന് പറഞ്ഞ, അക്രമ എന്നുള്ള ഫിയലിൽ നിന്ന് തന്നെയാണ് ഇക്രാമൻ എന്നുള്ള മസ്ദർ വന്നിട്ടുള്ളത്. അത് മൻസൂബാണ്. പിന്നെ അതത് എണ്ണത്തെ സൂചിപ്പിക്കുന്ന മഫൂല് മുത്തലഖ്. റകാഅ റജുലു റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിച്ചു പുരുഷൻ. റകഅത്തൈനി, റകഅത്ത് എന്നുള്ള റകഅയുടെ മസ്ദറാണ്. ഇവിടെ റകഅത്തൈനി 2 റകഅത്ത് എന്നുള്ളത് അവിടെ അദദിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ മഫൂല് ഫീഹിയാണ്. പിന്നെ സിർതു ഞാൻ നടന്നു, സൈറൽ അബ്താലി ധീരന്മാരുടെ നടത്തം നടന്നു. ഇതൊരു ഇതിന്റെ ഒരു നടത്തത്തിന്റെ ആ ഒരു വകുപ്പ് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഞാൻ നടന്നത് എന്ന് വെളിവാക്കാൻ വേണ്ടിയാണ്. അപ്പോ സിർത്തു ഞാൻ നടന്നു, സൈറൽ അബ്താലി ധീരന്മാരുടെ നടത്തം. അപ്പോ സൈറ എന്നുള്ളത് ഇവിടെ മഫൂല് മുത്തലഖാണ്. പിന്നെ അപ്പോ മഫായിലുൽ ഹംസ കഴിഞ്ഞു. ഇനി മഫൂല് മാഹുണ്ട്. അപ്പോ മഫൂല് ബിഹി, മഫൂലുൽ ലിഅജ്ലി, മഫൂല് ഫീഹി, മഫൂല് മുത്തലഖ്, മഫൂല് മാഹു. ഇനി 5ാമത്തെ മഫൂലാണ് മഫൂല് മാഹു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ മൻസൂബൻ, ഒരു മൻസൂബായ ഇസ്മാണ്. യുദ്കറു അത് പറയപ്പെടും, ബഅദ വാവിൻ വാവിന് ശേഷം പറയപ്പെടും. തുഫീദുൽ മഅയ്യ മഅയ്യത്തിന്റെ അർത്ഥം ഉള്ള വാവിന് ശേഷം, മഅയ്യത്തിന്റെ അർത്ഥമുള്ള വാവിന് ശേഷം പറയപ്പെടുന്നു. വാവ് പല വിധത്തിലുണ്ട്. വാവ് അത്ഫിന്റെ വാവുണ്ട്, പിന്നെ ഹാലിന്റെ വാവുണ്ട്, ഹാലിയായ വാവുണ്ട്, പിന്നെ ഖസമിന്റെ വാവുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാവുകളുണ്ട്. അപ്പോ അൽ കലമു വൽ വറക്ക, പേനയും കടലാസും എന്ന് പറയുന്നിടത്ത് അൽ കലമു വൽ വറക്ക. അപ്പൊ ആ വാവ് അത്ഫിന്റെ വാവാണ്. പിന്നെ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാവുണ്ട്, അത് ഖസമിന്റെ വാവാണ്. അതുപോലെ വാവ് ഹാലിയായ വാവുണ്ട്,
ഹാലിനെ അത് അടുത്ത ഇതിൽ പഠിക്കും നമ്മൾ, ഹാലിയായ വാവ്. അപ്പൊ അങ്ങനെ പല വാവുണ്ട്. പക്ഷെ ഇവിടെ മയ്യത്തിന്റെ വാവിനെ സൂചിപ്പിക്കുന്ന വാവായിരിക്കണം. അങ്ങനെയുള്ള വാവിന് ശേഷം വരുന്ന ഒരു മൻസൂബായ ഇസ്മിനാണ് മഫൂലു ഫി മഅഹു എന്ന് പറയുന്നത്. വയുസമ്മ ഹാദൻ നവ്ഉ, ഈ നവഇന് പറയപ്പെടും മിനൽ വാവി, വാവിൽ നിന്നുള്ള ഈ നവഇനെ വാവുൽ മയ്യത്തി, മയ്യത്തിന്റെ വാവ് എന്ന് പറയപ്പെടും. വയദുല്ലു, അത് അറിയിക്കും അല അന്നമാ ബഅദൽ വാവി, ആ വാവിന് ശേഷമുള്ളത് ഖദ് ഹദസ മഅൽ ഫിയലി, ആ ഫിയലിനോട് കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയിക്കും. അപ്പൊ ആ ഫിയലിനോട് കൂടി ഈ വാവിന് ശേഷമുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാറ ത്വാലിബു, ത്വാലിബ് നടന്നു, വത്തരീഖ വഴിയിൽ കൂടി. അതിന്റെ അർത്ഥം സാറ ത്വാലിബു, ത്വാലിബ് നടന്നു, ബിജാനിബി ത്വരീഖി, വഴിയുടെ ഓരത്തുകൂടി, ബിജാനിബി ത്വരീഖി വഴിയുടെ സൈഡിൽ കൂടി ത്വാലിബ് നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വത്തരീഖ, ആ വാവ് ഈ മയ്യത്തിന്റെ വാവാണ്, അത്വരീഖ. അപ്പോ ഇത് മഫൂലു മഅഹു, സാറത്വാലിബു അത്വരീഖ. അപ്പൊ ഇങ്ങനെ പറയുന്നതിനോട് പകരം സാറത്വാലിബു ബി ജാനിബി ത്വരീഖ് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞാൽ മതി, സാറത്വാലിബു അത്വരീഖ. പിന്നെ മശർറജുലു വൽ ബഹ്റ എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ പറയുന്നതിന് പകരം മശർറജുലു ബി ഷാത്തിഇൽ ബഹരി, സമുദ്രതീരത്തുകൂടെ ഒരാള് നടന്നു, ഒരു വ്യക്തി നടന്നു. അങ്ങനെ പറയുന്നതിന് പകരം മശർറജുലു വൽ ബഹറ എന്ന് പറഞ്ഞാൽ മതി. കടലിന്റെ തീരത്തുകൂടെ. ഇസ്തൈഖല്ലന്നായിമു വഅദാനൽ ഫജ്രി, ഇസ്തൈഖല്ലന്നായിമു ഉറങ്ങുന്നവൻ എഴുന്നേറ്റു, വഅദാനൽ ഫജ്രി സുബ്ഹി ബാങ്ക് വിളിച്ചതിനോടുകൂടെ അവൻ എഴുന്നേറ്റു. അപ്പോൾ ഇവിടെ ഇസ്തൈഖല്ലന്നായിമു മാ അദാനിൽ ഫജ്രി എന്നുള്ള അർത്ഥാണ്. പിന്നെ ഹറജൽ വാലിദു, പിതാവ് പുറപ്പെട്ടു, തുലുഅൽ ശംസി സൂര്യൻ ഉദിച്ചതിനോടുകൂടി. ഇവിടെ അതിന് ഹറജൽ വാലിദു മാ തുലുഅ ശംസി എന്നുള്ള അർത്ഥാണ്. അപ്പോൾ ഈ തുലുഅ ശംസി, തുലുഅ എന്നുള്ളത് ഇവിടെ മഫൂല് മഅഹു ആണ്. പിന്നെ അലാമാത്തുൽ മഫൂൽ മഫൂൽ മായുടെ അലാമാത്ത് എന്തൊക്കെയാണ്? ഒന്ന്, അത് മൻസൂബാവണം, ദായിമ എപ്പോഴും മൻസൂബായിരിക്കും. യഖഅബഅദ വാവിൽ മയ്യത്ത്, മയ്യത്തിന്റെ വാവിന് ശേഷമാണ് അത് വരിക. അപ്പൊ ഒരു വാവ് ഉണ്ടായിരിക്കും അതിനു മുമ്പ്. തുലുഅ ശംസി വ അദാനൽ ഫജ്രി വൽ ബഹറ വത്തരീഖ, ഈ ഉദാഹരണത്തിലൊക്കെ ഒരു വാവുണ്ട്. അപ്പൊ ആ വാവിന് ശേഷം, മയ്യത്തിന്റെ വാവിന് ശേഷമാണ് അത് വരേണ്ടത്. ലാ യസ്ലുഹു അൻ തകൂനൽ വാവു ലിൽ അത്ഫി ബിൽ മാന, മാനയില് ആ വാവിന് അത് അത്ഫിന്റെ വാവ് ആകാൻ പാടില്ല, അത്ഫിന്റെ വാവ് ആകാൻ പാടില്ല. അപ്പോ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അപ്പോ മഫായിലുൽ ഖംസ കഴിഞ്ഞു. ഇനി നമുക്ക് ഹാലാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹാൽ എന്ന് പറഞ്ഞാൽ ജാ അത്വാലിബു മിനൽ കുല്ലിയത്തി മുതാബൻ, വിദ്യാർത്ഥി വന്നു, മിനൽ കുല്ലിയത്തി കോളേജിൽ നിന്ന്, മുതാബൻ ക്ഷീണിച്ചിട്ട്. അപ്പൊ ഈ ക്ഷീണിച്ച രൂപത്തിലാണ് ഈ വിദ്യാർത്ഥി കോളേജിൽ നിന്ന് വന്നത്. അപ്പൊ ഈ വിദ്യാർത്ഥിയെ പറ്റി പറയുന്ന ഒരു ഇതാണ് അത്. എങ്ങനെയാണോ കോളേജിൽ നിന്ന് വന്നിട്ട് ആള് ഉഷാറാണോ, അത് ക്ഷീണിച്ചിട്ടുണ്ടോ, യാത്രാ ക്ഷീണമുണ്ടോ എന്നൊക്കെ, അപ്പൊ അവൻ ക്ഷീണിച്ചിട്ടാ വന്നത് എന്നുള്ള അങ്ങനെ ഒരു ഹാല്, അവന്റെ സ്ഥിതിവിശേഷം അങ്ങനെയാണ്. ഇനി ഹാലിന്റെ താരിഫ് നോക്കാം. അൽ ഹാലു, ഹാൽ എന്ന് പറഞ്ഞ ഇസ്മുൻ മൻസൂബൻ, അത് മൻസൂബായ ഒരു ഇസ്മാണ്. യുദ്കറു, അത് പറയപ്പെടും, ലി ബയാനി ഹൈഅത്തിൽ ഫായിലി, ഫായിലിന്റെ ഹൈഅത്തിനെ വെളിവാക്കാൻ വേണ്ടി. ഹൈഅത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രകൃതത്തെ വെളിവാക്കാൻ വേണ്ടി ഫായിലിന്റെ. ത്വാലിബ് എന്ന് പറഞ്ഞാൽ ത്വാലിബാണ് ഇവിടെ ഫായില്. ഈ ഫായിലിന്റെ ഹൈഅത്ത്, പ്രകൃതത്തെ വെളിവാക്കാൻ വേണ്ടിയാണ് മുത്താബൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നിഷാത്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ മസ്റൂറൻ എന്ന് പറയാം, ഒക്കെ പറയാം. അപ്പൊ ഇവിടെ മുത്താബൻ എന്നാണ് പറഞ്ഞത്, ഹൈഅത്തുൽ ഫായിലാണ്.
അവൽ മഫൂൽ ബിഹി, അല്ലെങ്കിൽ മഫൂൽ ബിഹിയുടെ ഹൈഅത്തിനെ ഒഴിവാക്കാൻ വേണ്ടി പറയാം. ഹീന വഖുഉൽ ഫിഅലി വയുസമ്മ കുല്ലും മിനൽ ഫാഇലി അവൽ മഫൂൽ ബിഹി സാഹിബുൽ ഹാൽ. ആ ഇവിടെ ഈ മഫൂൽ ബിഹിയും ഫായിലും ഓരോന്നിനെയും നമുക്ക് സാഹിബുൽ ഹാൽ എന്ന് പറയാം. ഏത് മഫൂലിന്റെ ഹൈഅത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഹാലാണെങ്കിൽ, ഇസ്മാണെങ്കിൽ അതിനെ സാഹിബുൽ ഹാല്, ആ മഫൂൽ ബിഹിനെ സാഹിബുൽ ഹാൽ എന്ന് പറയാം. അല്ല ഫായിലിന്റെ ഹൈഅത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇസ്മാണെങ്കിൽ അതിനെ ആ ഫായിലിനെ സാഹിബുൽ ഹാൽ എന്ന് പറയാം. പിന്നെ താലിബു മിനൽ കുല്ലിയത്തി മുത്താബൻ, ഇവിടെ താലിബ് ഫായിലാണ് സാഹിബുൽ ഹാൽ. പിന്നെ റജാൽ ഖായിദ് മുന്തസിറൻ വിജയിയായിട്ട് മടങ്ങി. ഇവിടെ ഖായിദാണ് സാഹിബുൽ ഹാൽ. റഅയ്തു ത്വഫ്ല നായിമൻ, ഇവിടെ ഞാൻ കുട്ടിയെ കണ്ടു. ഇവിടെ കുട്ടിയാണ് മഫൂൽ ബിഹി അത്ത്ഫിലാണ്. റഅയ്തു ഞാൻ കണ്ടു, അത്ത്ഫില കുട്ടിയെ. അപ്പൊ ഇവിടെ ഈ തിഫില് എന്നുള്ള ഈ ഇസ്മാണ് നായിമൻ ഉറങ്ങുന്നതായിട്ട് സാഹിബുൽ ഹാൽ ഏതാണ്? ഇവിടെ മഫൂൽ ബിഹിയാണ്. ഈ കുട്ടിയെയാണ് ഉറങ്ങുന്നതായിട്ട് കണ്ടത്. അപ്പോ അത്തിഫില് എന്നുള്ള ആ മഫൂൽ ബിഹിയാണ് ഇവിടെ സാഹിബുൽ ഹാൽ. ഇനി അൻവാഉൽ ഹാൽ ഇപ്പൊ എന്തൊക്കെയാണ്? യകൂനുൽ ഹാലു ഇസ്മ, ഒന്നുകിൽ ഹാല് ഇസ്മാകും. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഇസ്മാണ്. മുതാബൻ, മുന്തസിറൻ, നായിമൻ, ഇതൊക്കെ ഇസ്മാണ്. ഇനി ജുംലത്തുൻ ഇസ്മിയ ജുംലയാവും. ഇത് ഒരു ഇസ്മാണ്. ഇനി ഇസ്മിയ ജുംലയാവും. ഇസ്മിയ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? മുബ്തദ ഖബർ ഉണ്ടാവും അതില്, അങ്ങനെ ആവും. അല്ലെങ്കിൽ ജുംലത്തുൻ ഫിഅലിയാവും. ഫീലിയ ജുംലാവും. ഫീലിയ ജുംല എന്ന് പറഞ്ഞാൽ ഫിയലും ഫായിലും ഉണ്ടാവും. അല്ലെങ്കിൽ ശിബ്ഹ് ജുംല ജാർ മർജൂർ അവൽ ളുറൂഫ്, അല്ലെങ്കിൽ ശിബ്ഹ് ജുംലയാവും. ജാർ മർജൂറിന്റെയോ ളുറൂഫിന്റെയോ ശിബ്ഹ് ജുംല ആയിരിക്കും. ഉദാഹരണം ഹളറൽ മുഅല്ലിമു വന്നു, ലാഹിക്കൻ ചിരിച്ചിട്ട് വന്നു. മുഅല്ലിമ് വരുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. ലാഹിക്കൻ ചിരിച്ചിട്ട്. അപ്പൊ ഈ ലാഹിക്കൻ എന്നുള്ള മുഅല്ലിമ് എന്നുള്ളതാണ് ഇവിടെ സാഹിബുൽ ഹാല്. ഹളറ ഫിയലാണ്, മുഅല്ലിമു ഫായിലാണ്. അത് അതേ അവസരത്തിൽ സാഹിബുൽ ഹാലുമാണ്, ലാഹിക്കൻ ഹാലാണ്. റഅയ്തു താലിബാൻ വിദ്യാർത്ഥിയെ കണ്ടു. വഹുവ മുബത്തസിമുൻ, ഇവിടെ ഹുവ മുബത്തസിമുൻ അവൻ ചിരിക്കുന്നവനാണ് എന്നുള്ള മുബത്തദ ഖബറിനെ ഈ വാവ് ഹാലിയായ വാവാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞു, വാവിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് ഹാലിയായ വാവ്. ഇവിടെ വഹുവ മുബത്തസിമുൻ, താലിബിനെ ഞാൻ കണ്ടു താലിബിനെ. ഇവിടെ താലിബാണ് ഇവിടെ സാഹിബുൽ ഹാല്. താലിബ് ഇവിടെ മഫൂല് ബിഹിയാണ്. വഹുവ മുബത്തസിമുൻ, ആ താലിബ് ചിരിക്കുന്നവനായിട്ട് ഞാൻ കണ്ടു, അതാണ് ഇവിടെ അർത്ഥം. അപ്പോ ഇവിടെ ഹുവ മുബത്തസിമുൻ ഇസ്മിയ ജുംലയാണ് വന്നിട്ടുള്ളത്. ദഖല അലൈനൽ മുഅല്ലിമു, ഞങ്ങളിലേക്ക് മുഅല്ലിമു വന്നു, പ്രവേശിച്ചു. യദ്ഹഖു ചിരിക്കുന്നവനായിട്ട്. അപ്പൊ ചിരിക്കുന്നവനായിട്ട് മുഅല്ലിമു വരുമ്പോ ചിരിക്കുന്നവനായിട്ട് വന്നു. ഇവിടെ യദ്ഹഖു എന്നുള്ള ഫിയലും ഫായിലുമാണ്. ഈ ഫിയലും ഫായിലുമാണ് ഫിയലിയ ജുംല. ഇവിടെ നസ്ബ് ലാഹിറില് കാണില്ല. ലാഹിറിയായ നസ്ബല്ല, മജാസിയാണ്. പിന്നെ വലാത്തുൽ കിതാബ, ഞാൻ കിതാബ് വെച്ചു. ഫിൽ ഹഖീബത്തിൽ ബാഗിൽ വെച്ചു. ഇവിടെ ജാർ മജ്റൂറാണ്, ശിബ്ഹ് ജംലയാണ്. ഫിൽ ഹഖീബത്തി. പിന്നെ റഅയ്തു ത്വാഇറ, ഞാൻ വിമാനം കണ്ടു. ബൈന സഹാബി, മേഘങ്ങൾക്കിടയിൽ. ഇവിടെ അത്വാഇറ എന്നുള്ളതാണ് ഇവിടെ സാഹിബുൽ ഹാല്, മഫൂൽ ബിഹിയാണ്. ബൈന സഹാബി എന്നുള്ളത് ഇവിടെ ലർഫ് മക്കാനാണ്. ബൈന സഹാബി, മേഘങ്ങൾക്കിടയിൽ ഞാൻ കണ്ടു. ഇവിടെ ഈ ബൈന സഹാബി എന്ന് പറയുന്ന ഈ ലർഫാണ്, ബൈന എന്ന് പറയുന്ന ഈ ലർഫാണ് ഇവിടെ ശുബ്ഹ് ജംല ഹാലായിട്ട് വന്നിട്ടുള്ളത്.
ഇനി അടുത്തത് മൻസൂബാത്തിലെ തമ്മീസാണ്. തമ്മീസ് എന്ന് പറഞ്ഞാല് വേർതിരിച്ച് കാണിക്കുക. മയ്യസ യുമയ്യിസു തമ്മീസ്. മയ്യസ എന്ന് പറഞ്ഞാല് വേർതിരിച്ച് കാണിക്കുക, വെളിവാക്കി കാണിക്കുക. അതാണ് തമ്മീസിന്റെ അർത്ഥം. തമ്മീസ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ നക്കിറത്തുൻ, നക്രയായ ഇസ്മാണ്. എന്താണ് നക്രയായ ഇസ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ പഠിച്ചതാണ് നക്ര മാരിഫൊക്കെ. മൻസൂബൻ, അത് മൻസൂബാണ്. യഅ്തീലി ബയാനിൽ മഖ്സൂദി, അത് ഒരു ഉദ്ദേശം വെളിവാക്കാനായിട്ട് അത് വരും. ഔ ലി ഇസാലത്തിൽ ഇബ്ഹാമി, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നീക്കാൻ. അൻ ഇസ്മിൻ ഖബ്ലഹു, അതിനു മുമ്പുള്ള ഒരു ഇസ്മിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം വെളിവാക്കാനോ ആയിട്ട് വരുന്ന ഒരു നക്രയായ ഇസ്മാണ് തമീസ് എന്ന് പറയുന്നത്. അതിനെ യുസമ്മ അൽ മുമയ്യിസ്, മുമയ്യിസ് എന്നാണ് അതിനെ പറയുക, പേര് പറയാം, മുമയ്യിസ്. ഇനി അമ്മ അൻവാ തമീസ്, തമീസിന്റെ പല വിഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെ നോക്കാം. വഹിയ അത്തമീസ് ബഅദ അസ്മാഇൽ വസ്നി, അസ്മാഉൽ വസ്നിന് ശേഷം വരുന്ന തമീസ് ഉണ്ട്. അസ്മാഉൽ വസ്ൻ എന്ന് പറഞ്ഞാൽ തൂക്കത്തെ സംബന്ധിക്കുന്ന ഇസ്മുകൾക്ക് ശേഷം വരുന്ന തമീസ് ഉണ്ട്. അത്തമീസ് ബഅദ അസ്മാഇൽ കൈലി, അളവിന്റെ പറ്റി പറയുന്ന ഇസ്മുകളുടെ ശേഷം വരുന്ന തമീസ് ഉണ്ട്. തമീസ് ബഅദ അസ്മാഇൽ മസാഹത്തി, അളവുകളെ എന്ന് പറഞ്ഞ മസാഹത്ത് എന്ന് പറഞ്ഞ ദൂരത്തെ സംബന്ധിച്ച് പറയുന്ന ഇസ്മുകൾക്ക് ശേഷം വരുന്ന തമീസ് ഉണ്ട്. തമീസ് ബഅദ അസ്മാഇൽ അഅദാദി, എണ്ണത്തെ സംബന്ധിച്ച് പറയുന്ന ഇസ്മുകളുടെ ശേഷം വരുന്ന തമീസ്. ഇങ്ങനെ പല വിഭാഗങ്ങളാണ്. അപ്പോ അസ്മാ ബഅദ അസ്മാഇൽ വസ്നി, അത് തൂക്കം, ഇത്ര കിലോ. അത്തമീസ് ബഅദ അസ്മാഇൽ കൈലി, ഇത്ര ലിറ്റർ എന്നൊക്കെ പറയുന്ന കൈല്, അങ്ങനെയുള്ള അളവ്. തമീസ് ബഅദ അസ്മാഇൽ മസാഹത്തി, ദൂരത്തിന്റെ അളവ്, ദൂരം, ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന അങ്ങനെ. തമീസ് ബഅദ അസ്മാഇൽ അഅദാദി, ഇത്ര എണ്ണം, അങ്ങനെയൊക്കെ പറയുന്ന തമീസ് നോക്കാം. ഏറാബ് തമീസ്, തമീസിന്റെ ഏറാബ് ഫിൽ അസ്ലി, അടിസ്ഥാനപരമായി അയ്യക്കൂന മൻസൂബൻ ആയിരിക്കും. തമീസിന്റെ ഏറാബ് അടിസ്ഥാനപരമായി മൻസൂബാണ്. വലാകിൻ, എന്നാൽ യജൂസു ഫി തമീസിൽ വസ്നി വൽ കൈലി വൽ മസാഹത്തി, അതായത് വസ്നിലും കൈലിലും മസാഹത്തിലും അയ്യക്കൂന മൻസൂബൻ ഔ മജ്റൂറൻ, അത് മൻസൂബാകാം അല്ലെങ്കിൽ മജ്റൂറൻ ബിൽ ഇളാഫത്തി ഔ ബിമിൻ ഇൻ മിൻ, ഒന്നുകിൽ ഇളാഫത്ത് കൊണ്ട് മജ്റൂറാകാം അല്ലെങ്കിൽ മിന്നു കൊണ്ട് മജ്റൂറാകാം. അപ്പോ വസ്ന്, കൈല്, മസാഹത്ത്, ഇങ്ങനെയുള്ള ഈ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ടതിന് ഒന്നുകിൽ മജ്റൂറ ബിൽ ഇളാഫത്ത് കൊണ്ട് മജ്റൂറാകാം, അല്ലെങ്കിൽ മിന്നുകൊണ്ട് മജ്റൂറാകാം, അല്ലെങ്കിൽ മൻസൂബൻ ആയിരിക്കും. ഉദാഹരണം നോക്കുക നമ്മള്. ബിയഅ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റു. റത്തുലൻ, ഒരു റാത്തല്. ഇനബൻ എന്ന് പറഞ്ഞാല് മുന്തിരി. ഞാൻ ഒരു റാത്തല് വിറ്റു. ബിയഅ്തു റത്തുലൻ, ഇവിടെ ബിയഅ്തു ഞാൻ വിറ്റു റത്തുലൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊല് ബിഹി. റത്തുലൻ, ഒരു റാത്തല് വിറ്റു. റാത്തല് എന്ത് വിറ്റു? ഒരു റാത്തല് എന്താ വിറ്റത്? ഇനബൻ, മുന്തിരി. അപ്പൊ ഇവിടെ ഇനബൻ എന്നുള്ളത് ഇവിടെ തമീസാണ്. ഈ ഋത്തിൽ എന്ന് പറഞ്ഞ ഈ വസനിനെ തമീസ് ചെയ്യാൻ വേണ്ടി, വെളിവാക്കാൻ വേണ്ടിയാണ് ഇനബൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇവിടെ തമീസുൽ വസ്നി മൻസൂബ്. ഇവിടെ മൻസൂബ് തന്നെയാണ് ഇനബൻ. പിന്നെ ഇസ്തറൈത്തു ലിത്രൻ മിൻ ലബനിൻ, ഇസ്തറൈത്തു ലിത്രൻ, ഒരു ലിറ്റർ ഞാൻ വാങ്ങിച്ചു.
1 ലിറ്റർ ഞാൻ വാങ്ങിച്ചു. ഇസ്തറൈത്തു ലിറ്ററൻ, 1 ലിറ്റർ ഞാൻ വാങ്ങിച്ചു. മിൻ ലബനിൻ, പാല്. ഇവിടെ മിന്ന് കൊണ്ട് ഇവിടെ ജാർ മജ്റൂറാണ് ലബന്. അപ്പൊ ഇവിടെ തമീസ് ജാർ മജ്റൂറായി. മിൻ ലബനിൻ ഇസ്തറൈത്തു ലിത്രൻ, 1 ലിറ്റർ ഞാൻ മേടിച്ചു. ഇവിടെ ഇസ്തറൈത്തു ഫിയലും ഫായില്, ലിത്രൻ മഫൂല് ബിഹി. പിന്നെ അതിനെ ആ മഫൂല് ബിഹിയെ ഇവിടെ ഒന്ന് തമീസാക്കിയാണ്. എന്താണ് മേടിച്ചത് എന്ന് പറയുമ്പോ മിൻ ലബനിൻ, പാല്. അപ്പൊ 1 ലിറ്റർ പാല് മേടിച്ചു ഞാന്. അപ്പൊ തമീസുൽ കൈലി മജ്റൂറും ബി മിൻ. അപ്പൊ ഇത് അതിനുള്ള ഉദാഹരണമാണ്. കൈല് അളവ് മജ്റൂറും ബി മിന്നാണ്. മിന്ന് കൊണ്ട് ഇവിടെ മജ്റൂറാണ്. മിന്ന് ജറിന്റെ ഹർഫാണല്ലോ. ബാ മിന്നില ഫീല മറുബ അങ്ങനെയുള്ള അതൊക്കെ പഠിച്ചില്ലേ, ഹറൂഫുൽ ജർ. അപ്പോ മിൻ ലബനിൻ. പിന്നെ ശരിബത്തു കൂബ ഹലീബിൻ. ശരിബത്തു ഞാൻ കുടിച്ചു, കൂബ ഒരു കപ്പ് കുടിച്ചു. കപ്പ്, എന്ത് കപ്പ്? ഹലീബിൻ, പാലിന്റെ കപ്പ്. ഒരു കപ്പ് പാല് കുടിച്ചു എന്നുള്ളതിനാണ് ശരിബത്തു കൂബ ഹലീബിൻ. ഇവിടെ ഇലാഫത്ത് കൊണ്ട് മജ്റൂറാണ്. ഇലാഫത്ത് കൊണ്ട് മജ്റൂറാണ്. കൂബ ഹലീബിൻ, ശരിബത്തു ഞാൻ കുടിച്ചു, കൂബ ഹലീബിൻ ഒരു പാലിന്റെ ഒരു കപ്പ് ഞാൻ കുടിച്ചു, ഒരു കപ്പ് പാല് കുടിച്ചു എന്നുള്ളത്. അത്തമീസുൽ കൈലി, ഇവിടെ കൈലിന്റെ തമീസാണ്. മജ്റൂറും ബിൽ ഇലാഫത്ത്, ഇലാഫത്ത് കൊണ്ട് മജ്റൂറാണ്. പിന്നെ ബാഅത്താദിറു കച്ചവടക്കാരൻ വിറ്റു, ഫദ്ദാനൻ അർലൻ, ഫദ്ദാന് വിറ്റു, ഒരു ഫദ്ദാന് വിറ്റു. ഒരു ഫദ്ദാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി 4200 സ്ക്വയർ മീറ്റർ ഓഫ് ലാൻഡ്. ഏതാണ്ട് 1 ഏക്കർ 0.38 ഏക്കർ, 1.038 ഏക്കറാണ് ഒരു ഫദ്ദാൻ എന്ന് പറയും. അപ്പൊ ഒരു ഫദ്ദാന് വിറ്റു. അർലൻ, ഒരു ഫദ്ദാൻ എന്ത് വിറ്റു? അർലൻ ഭൂമി. ഒരു ഫദ്ദാൻ ഭൂമി വിറ്റു എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ അർലൻ എന്നുള്ള ഇവിടെ ഫദ്ദാനൻ എന്നുള്ള ആ മഫൂല് ബിഹിനെ ഒന്ന് തമീസ് ചെയ്ത് അർലൻ. അപ്പൊ തമീസുൽ മസാഹത്തി മൻസൂബുൻ, മൻസൂബാണ്. മസാഹത്ത് എന്ന് പറഞ്ഞാൽ ദൂരം, ആ മൻസൂബുൻ. പിന്നെ റഅയ്തു ഫിൽ ഗുർഫത്തി, റൂമിൽ ഞാൻ കണ്ടു. 25 കണ്ടു. റജുലൻ, പുരുഷന്മാരെ, 25 പുരുഷന്മാരെ കണ്ടു. അപ്പൊ റഅയ്തു ഫിൽ ഗുർഫത്തി 25 അതിന്റെ തമീസാണ്. ആ 25 എന്ത് കണ്ടു? റജുലൻ, പുരുഷന്മാരെ കണ്ടു. തമീസുൽ അദദി മൻസൂബൻ, മൻസൂബായ അതതിനെ വെളിവാക്കി. അപ്പൊ അവിടെ മൻസൂബാണ് റജുലൻ. അപ്പോ റഅയ്തു ഫിൽ ഗുർഫത്തി 25 റജുലൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് തമീസ്. അപ്പോ മൻസൂബാത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 5ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടും. അത് എല്ലാവരും പഠിക്കുക. 1ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞവർക്ക് ഒന്നുകൂടിയൊക്കെ റിപ്പീറ്റ് ചെയ്യാം. കാരണം 2ാമത്തെ സെമസ്റ്ററിലും ഏറെക്കുറെ ഇങ്ങനെയുള്ള ഇതൊക്കെ ആവശ്യമാണ്. ഇത് ഗ്രാമറിന്റെ അടിസ്ഥാന ലെസൺസ് ആണ് ഇതൊക്കെ. ഇത് നല്ലോണം പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഹർക്കത്തില്ലാതെ ഇതൊക്കെ വായിക്കാനും, ഇതൊക്കെ ടെക്സ്റ്റ് വായിക്കാനും പഠിക്കാനും അർത്ഥം മനസ്സിലാക്കാനൊക്കെ വളരെ ഉപകരിക്കുന്ന ഗ്രാമറുകളാണത്. അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.